എനിക്ക് ഷുഗർ ആണ്, എവിടെ പോയാൽ മാറും, ഏത് ഡോക്ടറെ കണ്ടാൽ മാറും, ഏത് ഹോസ്പിറ്റലിൽ പോയാൽ മാറും, ആയുർവേദം വേണോ, അലോപ്പതി വേണോ, സിദ്ധ വേണോ, യുനാനി വേണോ, ഹോമിയോ ആണോ, ഇനി പച്ചമരുന്നുകളാണോ, ഏതാണ് ഫലപ്രദമായിട്ടുള്ളത്, ഇങ്ങനെ ആശങ്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് ഇത് മാറ്റാൻ ഒരു ഡോക്ടർ ഉണ്ടെന്നുള്ളതാണ്. ആ ഡോക്ടർ മറ്റൊന്നുമല്ല, അത് നിങ്ങൾ തന്നെയാണെന്നാ പറയാനുള്ളത്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രമേഹത്തെ കുറയ്ക്കാനോ മാറ്റാനോ സാധിക്കുള്ളൂ. വേറെ ലോകത്ത് ഒരാൾക്കും സാധിക്കില്ല. ഒരു മരുന്നിനും സാധിക്കില്ല, ഒരു ഡോക്ടർക്കും സാധിക്കില്ല, ഒരു ഹോസ്പിറ്റലിനും സാധിക്കില്ല. കാരണം പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, ജീവിതശൈലി രോഗമാണ്. ഇത് ബാക്ടീരിയോ, വൈറസോ, ഫംഗസോ, രോഗാണുക്കൾ വരുന്ന രോഗമല്ല. അതുകൊണ്ട് ആന്റിബയോട്ടിക്സ് കൊണ്ടോ വാക്സിനേഷൻ കൊണ്ടോ ഓയിൻമെന്റ് പറ്റിയിട്ടോ കഷായം കുടിച്ചോ നമുക്ക് പ്രമേഹത്തെ മാറ്റാനോ പ്രമേഹത്തെ കുറയ്ക്കാനോ സാധ്യമല്ല. ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കും, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രമേഹം എന്ന രോഗത്തെ കുറയ്ക്കാൻ സാധിക്കില്ല, രോഗത്തെ മാറ്റാൻ സാധിക്കില്ല എന്നാ പറഞ്ഞത്. കാരണം ഇത് എന്താണ്? ലൈഫ് സ്റ്റൈൽസ് ആണ്, ജീവിതശൈലി രോഗമാണ്. ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ. അതുകൊണ്ട് ഈ കാരണങ്ങൾ ഇല്ലാതെയാക്കിയാൽ മാത്രമേ നമുക്ക് കാര്യമായ രോഗത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബ്ലഡിലെ ഷുഗർ കൂടിയിരിക്കുന്നു. ഇതിന്റെ കാരണം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കൂടിയ ആഹാരമാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം കഴിച്ചു നോക്കിയേ, എങ്ങനെ ബ്ലഡിൽ ഷുഗർ കൂടും? നിങ്ങളുടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ചെല്ലുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണെങ്കിൽ, ഷുഗർ കുറവാണെങ്കിൽ, ഗ്ലൂക്കോസ് കുറവാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബ്ലഡിൽ ഷുഗർ കൂടണത്? ഇത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചാൽ മതി. ആഹാരം കുറയ്ക്കാനല്ല ഞാൻ പറഞ്ഞത്. പകരം നമുക്ക് പ്രോട്ടീനിലേക്കും ഫാറ്റിലേക്കും വരാൻ സാധിക്കും. അതും ഫ്യൂവലാണ്, അതും ഇന്ധനമാണ്. നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന സോഴ്സ് ആണത്. അപ്പൊ അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ് മറ്റു സോഴ്സിലേക്ക് മാറിയാൽ മതി. ഇത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. രണ്ടാമത് നമ്മൾ കഴിച്ച ആഹാരത്തിന് ശരീരം അബ്സോർവ് ചെയ്യുന്ന ഗ്ലൂക്കോസിനെ ബേൺ ചെയ്ത് കളയാൻ വേണ്ടി, കത്തിച്ച് കളയാൻ വേണ്ടി കുറച്ച് വ്യായാമം ചെയ്യുക. അപ്പോൾ ഇത് ഫാറ്റാക്കി മാറ്റി ശരീരം സംഭരിക്കേണ്ടി വരില്ല. അപ്പോൾ ഇൻസുലിന്റെ ആവശ്യം ശരീരത്തിന് കുറയും. അപ്പോൾ പാൻക്രിയാസിന് ഓവർ വർക്കിംഗ് വരില്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. 3 ബ്രീത്തിങ് എക്സസൈസ്, 3 കുറച്ച് ശ്വാസ വ്യായാമമാണ്. നമ്മൾ കഴിച്ച ആഹാരത്തിന് ശരീരം സ്വീകരിച്ച ഗ്ലൂക്കോസ് എല്ലാ സെല്ലിലും എത്തണം. അതുപോലെ നമ്മൾ പാൻക്രിയാസ് ഉണ്ടാക്കിയ ഇൻസുലിൻ എല്ലാ സെല്ലുകളിലും എത്തണം. എങ്കിൽ മാത്രമേ അതിന് മെത്തോകൊണ്ട് കയറി ഊർജ്ജമായിട്ട് തീരുള്ളൂ. ഇതിന് ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ്. അതുപോലെ ഓക്സിജന്റെ പ്രവാഹം കറക്റ്റ് ആവണം. ഇതിന് കുറച്ച് വ്യായാമം ചെയ്താൽ മതി, കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡോക്ടർമാരെയോ ആശുപത്രിയോ മരുന്നിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ മാറ്റം വരുത്തണം. നമ്മൾ തീരുമാനമെടുത്താൽ മതി. കാരണം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം കഴിക്കുക, ഒരു സമീകൃതമായിട്ടുള്ള ആഹാര വ്യവസ്ഥയിലേക്ക് വരിക, രാവിലെ വൈകിട്ടും കുറച്ച് സമയം വ്യായാമം ചെയ്യുക, കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഈ ഒരു ജീവചര്യയിൽ ഇതുപോലെ മാറ്റം വരുത്തിയാൽ മതി. ആരോഗ്യപൂർണമായ ജീവചര്യയിലേക്ക് വരിക. അപ്പോൾ രോഗത്തിന്റെ കാരണമില്ലാണ്ടാവും. കാരണമില്ലാണ്ടായാലും കാര്യമായ രോഗമില്ലാതെയാവും. ഇപ്പോൾ നിലവിൽ നമ്മൾ ആശുപത്രിയിൽ മരുന്ന് കഴിക്കുമ്പോഴും രോഗത്തിന്റെ കാരണം അതുപോലെ അവശേഷിക്കുക. അതുകൊണ്ട് നിങ്ങൾ 100 വർഷം മരുന്ന് കഴിച്ചാലും നമ്മളുടെ പ്രമേഹം മാറാൻ പോകുന്നില്ല. മാറുന്നില്ലെന്ന് മാത്രമല്ല, പ്രായം കൂടുന്നതനുസരിച്ചിട്ട് അസ്വസ്ഥത കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം ഷുഗർ മാത്രം കുറച്ച് കഴിയുമ്പോൾ ഷുഗർ റിലേറ്റഡ് ഡിസീസ് വരാൻ തുടങ്ങും. കൈകാൽ പെരുപ്പ്, കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, ലൈംഗിക ശേഷി കുറവ്, ഇങ്ങനെ ഓരോരോ രോഗങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ അതിനൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് നമ്മളെ ബാധിക്കും. അതുപോലെ കിട്ടുന്ന പണം മുഴുവൻ കൊണ്ട് ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും. രാവിലെ പോയിട്ട് ആശുപത്രി ക്യൂ ഇരിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ജീവൻ തന്നെ ദുഃഖപൂർണമായിട്ട് തീരും. ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അല്പം അറിവ് ആർജിക്കുക, ആ വഴിയിൽ മുമ്പോട്ട് യാത്ര ചെയ്യുക. എത്ര മാത്രം ചെയ്താൽ മതി. അതിന് തയ്യാറാവുക. അല്ലാതെ വലിയ ഹോസ്പിറ്റലാണ്, വലിയ ഡോക്ടറാണ്, എനിക്കിഷ്ടം പോലെ പണമുണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമില്ല. ഇതുകൊണ്ട് ഇതൊക്കെ പ്രമേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ, ഈ ജീവിതശൈലി രോഗത്തെ, ഈ രോഗരാക്ഷസനെ നമുക്ക് പിടിച്ചു കെട്ടാൻ നിങ്ങൾ ദൃഢനിശ്ചയമെടുക്കുക. നിങ്ങളുടെ പിന്നില് മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്റർ ഉണ്ട്. ഇത്തരം കാര്യങ്ങളെ പഠിപ്പിക്കാനുള്ള ഷുഗർ ബേസ്ഡ് ഓൺലൈൻ കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിയായ വഴി കാണിക്കാൻ, നിങ്ങൾക്ക് ശരിയായ പാത തെളിയിച്ചു തരാൻ
എനിക്ക് സാധിക്കും. ഞാൻ ഇതിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഒട്ടേറെ ആളുകൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്ത് ഷുഗർ കുറച്ചും ഷുഗർ മാറിയും മരുന്നുകൾ കുറച്ചും മരുന്നുകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചും സുഖസന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.